ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഞ്ചേരി പറഞ്ഞ സ്ഥലത്താട്ടോ. മലപ്പുറം മഞ്ചേരി ചെരണി പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത നമ്മളെ ടൂ വീലേഴ്സിൻ്റെ ഒരു ഹോം അല്ലെങ്കിൽ ടൂ വീലേഴ്സിൻ്റെ ഒരു ഹോസ്പിറ്റൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഷോപ്പിലാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ആ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയുടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഷോപ്പിൻ്റെ പേര് ഓഡ് ബാഗ്സ് VOC എന്നാട്ടോ. VOC പറഞ്ഞാൽ വോയിസ് ഓഫ് കസ്റ്റമർ. സോ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം കസ്റ്റമറിന് വേണ്ട എല്ലാ A to Z കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന ഒരു ടൂ വീലറിൻ്റെ വർക്ക്ഷോപ്പ് എന്നും പറയാം, അതുപോലെ തന്നെ ഒരു ഔട്ട്ലെറ്റ് എന്നും പറയാം കേട്ടോ. സോ അങ്ങനത്തെ ഒരു ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്താനാണ് ഞാൻ പോകുന്നത്. ഷോപ്പിൽ മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യണത് ടൂ വീലേഴ്സിന് കേട്ടോ. ടൂ വീലേഴ്സ് പറയുമ്പോൾ വിത്ത് ഗിയർ വിത്തൗട്ട് ഗിയേഴ്സിൻ്റെ ബൈക്സ് അല്ലെങ്കിൽ സ്കൂട്ടി അങ്ങനത്തെ വണ്ടികളുടെ A to Z കാര്യങ്ങളാണ്. പെയിൻറ്റിങ് വർക്ക്സ് എടുക്കും, റിന്യൂവൽ വർക്ക്സ് എടുക്കും, റീസ്റ്റോറേഷൻ വർക്ക് എടുക്കും, റിന്യൂവൽ വർക്ക് എടുക്കും, പിന്നെ ഡെന്റ് കാര്യങ്ങൾ എല്ലാം ക്ലിയർ, മെക്കാനിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ A to Z കാര്യങ്ങളും ഇവർ വൃത്തിയായി ചെയ്തു തരുന്ന ഒരു ഷോപ്പാട്ടോ. ഏകദേശം ഈ ഓഡ് ബൈക്സ് VOC പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിലും ചെന്നൈയിലും അതുപോലെ തന്നെ വലിയ വലിയ ഹൈദരാബാദ് അങ്ങനത്തെ വലിയ സിറ്റിയിലൊക്കെ ഏറ്റവും ഫെമിലിയർ ആണ് കേട്ടോ അവിടുത്തെ ഈ ഒരു ഓഡ് ബൈക്സ് VOCയുടെ സെൻറ്റേഴ്സ്. സോ നമ്മുടെ മലപ്പുറത്ത് നമ്മളിപ്പോൾ ഈ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടത് ഒന്ന് മഞ്ചേരിയിലാണ്, പിന്നെ ഒന്ന് വരാൻ പോകുന്നത് തിരൂരങ്ങാടിയിലാണ് കേട്ടോ. സോ പിന്നെ നമുക്ക് പെരിന്തൽമണ്ണ അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ വരുന്നുണ്ട്. സോ കറന്റ് റണ്ണിങ് ആയിരിക്കുന്നത് നമ്മുടെ ഈ മഞ്ചേരി ചെരണി എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ. ഇവർക്ക് കുറേ സേവനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ ഷോപ്പിന്റെ ഏകദേശം ഒരു 8 കിലോമീറ്റർ പരിധിയിൽ ഏതെങ്കിലും ബൈക്ക്, അതായത് സ്കൂട്ടിയോ ഏതെങ്കിലും ഒരു ബൈക്ക് മീൻസ് എന്തെങ്കിലും മെക്കാനിക്കൽ പരമായിട്ട് കേട് വന്ന് കിടക്കുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വഴി വണ്ടി റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പഞ്ചർ വർക്ക്സോ കാര്യങ്ങൾക്കോ ഒന്നും വിളിക്കരുത്. അതല്ല, മെക്കാനിക്കൽ പരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ പരിസരത്ത് ഒരു 8 കിലോമീറ്ററിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവർ വന്നിട്ട് എന്തായാലും ക്ലീൻ ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് തരും. സർവീസിന് കൂടാണ്ട് വണ്ടിയുടെ സെയിൽസ് അവൈലബിൾ ആണ് കേട്ടോ. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടികൾക്ക് ഇവർ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും പേടിക്കേണ്ട ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങളുടെ ബൈക്സിന്, അതായത് സെക്കൻഡ് ഹാൻഡ് ബൈക്കിന് 2016 ശേഷമുള്ള എല്ലാ ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടിയോ ബൈക്കുകൾക്ക് ഇവിടെ വാറണ്ടി നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ വാറണ്ടി കാര്യങ്ങൾ എങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന വെച്ചാൽ 6 months വാറണ്ടി, അതായത് 6 മാസത്തെ വാറണ്ടി ഇവർ 899 രൂപയ്ക്കും, അതുപോലെ തന്നെ 12 മാസത്തെ അതായത് ഒരു കൊല്ലത്തെ വാറണ്ടി എന്ന് പറയുന്നത് 1299 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നത് 1999 രൂപയ്ക്കും ഇവർ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അവരുടെ വണ്ടിക്ക്, അതായത് 2017 ശേഷമുള്ള വണ്ടിക്ക് ഇപ്പോൾ ഇൻഷുറൻസോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചോളൂ. സോ ഇൻഷുറൻസിൽ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണത് മേജർ പാർട്സ്, അതായത് ഇൻക്ലൂഡിങ് എഞ്ചിൻ്റെ പാർട്സ് വരെ നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സെൻസേഴ്സ്, ബൈക്സിൻ്റെ സ്കൂട്ടീൻ്റെ ഒക്കെ വരുന്ന സെൻസേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പാർട്സ് എല്ലാം വാറണ്ടിയിൽ പെടും കേട്ടോ. വാറണ്ടിയിൽ എക്സ്ക്ലൂഡ് ആയിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ടയേഴ്സ്, ചെയിൻ സോക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് വാറണ്ടിയിൽ എക്സ്ക്ലൂഡ് ആവുക കേട്ടോ. പിന്നെ ഇവിടുത്തെ ലേബർ ചാർജ് ആണെങ്കിൽ നിങ്ങൾ ഔട്ട്സൈഡ് പോയിട്ട് ചെയ്യുന്ന അതേ വർക്ക്ഷോപ്പിൻ്റെ അതേ ലേബർ ചാർജ് മാത്രം ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. സാധാരണ ആൾക്കാർ ഇങ്ങനത്തെ ഷോപ്പോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പേടിച്ചിട്ട് നല്ല റേറ്റ് ആവുമോ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് പോകാറാണ് പതിവ്. സോ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട. ഇവിടുത്തെ ഈ സെൻറ്ററിൽ നിങ്ങൾക്ക് പുറമേ കിട്ടുന്ന അതേ ലേബർ ചാർജിൽ ഇവിടെ സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പിൽ വാട്ടർ സർവീസ് വിത്ത് നാനോ പോളിഷ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ പുറമെ വാട്ടർ സർവീസിന് ഏകദേശം ടൂ വീലറിന് 150 രൂപ, ചില ഷോപ്പ് 200 രൂപയൊക്കെ ഈടാക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ വാട്ടർ സർവീസ് പ്ലസ് നാനോ പോളിഷിന് വെറും 150 രൂപയാണ് കേട്ടോ. അത് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ, മിസ്റ്റർ മാസ്ക് മാനിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൽ നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 100 രൂപ റേഞ്ചിൽ അവർ നാനോ പോളിഷും അതുപോലെ തന്നെ വണ്ടി വാഷിങ്ങും ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ മഞ്ചേരിക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മഞ്ചേരി അങ്ങാടിത്തെ ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇവിടേക്ക് പോകുന്നോളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഹാരിസ്ക, നമ്മളെ ഈ ഒരു ഔട്ട്ലെറ്റിന്റെ ഓണറാണ്. സോ ഹാരിസ്ക, ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര ആയിട്ടുണ്ട്? 2 months മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഇപ്പോൾ വണ്ടികൾ ഇപ്പോൾ കുറച്ച് കുറവാണല്ലേ ഇപ്പോൾ ഉള്ളത്? സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ. എന്തൊക്കെ നമ്മൾ സർവീസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണത്? എല്ലാ വണ്ടിയുടെ A to Z കാര്യങ്ങൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. വണ്ടിയുടെ ഒരു ഹോസ്പിറ്റലാണ്. ഏത് വണ്ടി കൊടുത്താലും എങ്ങനത്തെ അസുഖമാണെങ്കിലും അത് ക്ലിയർ ചെയ്ത് മാറ്റി തരുന്നു പറഞ്ഞ ഒരു അടിപൊളി ഷോപ്പ് പറയാം അല്ലേ? ഓക്കെ. A to Z വർക്ക് നമുക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഒരിക്കലും ഇവിടെ നിന്ന് മറ്റൊരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല. ഈ ഒരു വണ്ടിന്റെ കംപ്ലൈന്റിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. A to Z വർക്ക് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതേപോലെ ഈ സർവീസിന്റെ ഇൻഷുറൻസ് ഇല്ലേ, അത് നമുക്ക് ഇവിടുന്ന് അഡീഷണൽ പാക്കേജ് എടുക്കാന്ന് പറഞ്ഞില്ലേ? അഡീഷണൽ പാക്കേജ് അത് 6 months ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 899 രൂപ മാത്രമേ ഉള്ളൂ.
ഓക്കെ. പിന്നെ അതിന് പിന്നെ 2 ഇയറും 1 ഇയറും മാത്രമുള്ളത്. അത് 6 months, 1 year, 2 year അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് വരുന്നത്. അതെല്ലാം 2 വീലേഴ്സിന് അവൈലബിൾ ആണോ? അത് എത്ര പർട്ടിക്കുലർ മോഡൽ ഉണ്ടോ? മോഡലുണ്ട്. അതിൽ 9 വർഷം വരെയുള്ള വാഹനങ്ങൾക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, 9 വർഷം വരെയുള്ള വാഹനങ്ങൾക്കാണ് അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വണ്ടി റിന്യൂവൽ വർക്ക് ആണെങ്കിലോ A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലേ? പേപ്പർ വർക്ക് കംപ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പേപ്പർ വർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കും. പേപ്പർ വർക്ക് അടക്കം നമ്മൾ ക്ലിയർ ചെയ്യും. അതെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇതിവിടെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ വണ്ടിന്റെയും ജെനുവൻ പാർട്സും OEM OS പാർട്സുകൾ നമ്മുടെ അവൈലബിൾ. എല്ലാ പാർട്സും, അത് ജെനുവിൻ ഒറിജിനൽ പാർട്സുകളും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് തന്നെ പാർട്സുകൾ VOC പറഞ്ഞല്ലോ, നമ്മൾ ഈ ഇന്ത്യയിൽ ഏകദേശം 280ഓളം ഔട്ട്ലെറ്റ് ഉള്ള സ്ഥാപനമാണ്. അവർക്ക് തന്നെ നമുക്ക് സ്പെയർ പാർട്സ് ഓയിൽ അടക്കം വരുന്നുണ്ട്. നമ്മൾ ഓയിലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓയിലാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സർവീസിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓയിൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് നമ്മൾ എഞ്ചിൻ വാറണ്ടി വരെ കൊടുക്കുന്നുള്ളതാണ്. അതെ, നിങ്ങളുടെ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എഞ്ചിൻ വാറണ്ടി വരെ കൊടുക്കില്ല. അത് എത്ര പഴക്കമുള്ള വണ്ടിയാണെങ്കിലും അങ്ങനെയാണ് ആണല്ലേ? ഓക്കെ, അതൊരു അടിപൊളി പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ. സോ എന്നിരുന്നാലും നമുക്ക് ഇന്ന് ഗാരേജ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നമുക്ക് നമ്മളെ ഗാരേജിൽ 2 ഹൈഡ്രോളിക് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ? ഇതിപ്പോൾ നമ്മളെ സാധാരണക്കാരെ ചിലപ്പോൾ വിചാരം ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പുറമേത്തെക്കാളും കൂടുതൽ പൈസ ആവുമോ എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? സെയിം റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ? ഒരിക്കലുമല്ല. ഒരു സർവീസ് സെന്ററിൽ മറ്റുള്ള സർവീസ് സെന്ററിനെ അപേക്ഷിച്ചുകൊണ്ട് നമ്മളെ ഇവിടെ സർവീസിൽ 30% കുറവായിരിക്കും അല്ലേ? ഓക്കെ. സോ ഇങ്ങനത്തെ ഡിവൈസ്, ഇങ്ങനത്തെ ഹൈഡ്രോളിക് സെറ്റപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പണി എളുപ്പമാവും, അതേപോലെ കുറെ ടൈം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. കാരണം വെച്ചാൽ കസ്റ്റമേഴ്സ് ടൈമിന് നമ്മൾ വാല്യൂ ചെയ്യണം, വാല്യൂ കൊടുക്കണം. അവർക്ക് ഇപ്പൊ നമുക്ക് പറഞ്ഞല്ലോ പിക്കപ്പ് ഡ്രോപ്പ് ഓപ്ഷൻ കാര്യങ്ങളും. അതെ അതെ, ഞാനത് പോയിന്റ് പറഞ്ഞു. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർക്ക് അവർക്ക് ഓഫീസിൽ പോകുന്ന ആളുകളുണ്ടാവും, പോകുന്ന ആളുകളുണ്ടാവും. അവർ അവിടുന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ സർവീസ് ചെയ്താണ് കൊടുക്കുന്നത്. തിരിച്ച് അവരെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് പറ്റി തിരിച്ച് നമ്മൾ എത്തിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സൗകര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ സെറ്റപ്പാണ്. ഇതിപ്പോ നമ്മൾ ടൂൾസ് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഹെവി ടൂൾസുകൾ കംപ്ലീറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ടൂൾസും കാര്യങ്ങളും എല്ലാ വണ്ടിയിലും എല്ലാ ടൂൾസും നമ്മൾ, അതായത് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടിപൊളി സെറ്റ്. നമ്മളെ ടെക്നീഷ്യനാണ്, നമ്മൾ ബാംഗ്ലൂർ വെച്ചാണ് നമ്മൾ ഇതിന്റെ ട്രെയിനിങ് നടക്കും. അതല്ലേ, അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ 10-15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നിരുന്നാലും നമ്മള് ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ മെഷീനറീസും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവിടെ ആൾക്കാരില്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെയും ബേ ഏരിയ ഒരു വർക്ക് സ്പേസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡാണ് നമ്മുടെ അപ്പോൾ വാഷിംഗ് ഏരിയ വരുന്നത്. ഇവിടെ വാഷിങ്ങും അതുപോലെ തന്നെ നാനോ പോളിഷ് അവൈലബിൾ ആണ്. പിന്നെ ഒരു നല്ല ഓഫർ ഉണ്ട്, നമ്മളെ കസ്റ്റമേഴ്സിന് വാഷിങ്ങും അതുപോലെ തന്നെ നാനോ പോളിഷും ഏകദേശം 100 രൂപയ്ക്ക് ഇവർ ചെയ്തിരുന്ന കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളെ കസ്റ്റമർ ആരെങ്കിലും മഞ്ചേരി ഭാഗത്തോ അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മഞ്ചേരി ചെരണിക്ക് പോകുന്നുള്ളൂ. ഈ ഷോപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 2 വീലർ വെറും 100 രൂപയ്ക്ക് വാഷിങ്ങും അതുപോലെ തന്നെ നാനോ പോളിഷും ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇതാട്ടോ നമ്മളെ ഷോപ്പിലെ സ്പെയർ പാർട്സും അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ പിന്നെ ചെയിൻ ലൂബ്രിക്കൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അത്യാവശ്യം എല്ലാ വെഹിക്കിൾസിൻ്റെ കേട്ടോ, ഹോണ്ട ആയിക്കോട്ടെ TVS ആയിക്കോട്ടെ എല്ലാ വെഹിക്കിൾസിൻ്റെയും സ്പെയർ പാർട്സ് ഒറിജിനലും പിന്നെ ഇവരുടെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സ്പെയർ പാർട്സും അവൈലബിൾ ആണ്. സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടേക്ക് കോൺടാക്ട് ചെയ്തോളൂ. നമ്മളെ കസ്റ്റമേഴ്സ് എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കൊണ്ടു, അവർക്ക് പ്രയോറിറ്റി കൊടുക്കൊണ്ടു. ഓക്കെ. പിന്നെ നമ്മൾ വാഷിംഗ് പറഞ്ഞ പോലെ തന്നെ 100 രൂപയ്ക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് നാനോ പോളിഷ് അടക്കം ചെയ്ത് കൊടുക്കൊണ്ടു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ മലപ്പുറം മഞ്ചേരി ഭാഗത്തുണ്ടെങ്കിൽ എന്തായാലും ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. ഇവിടെ അത്യാധുനിക എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ടൂൾസും അവൈലബിൾ ആണ്. പിന്നെ മെഷീനറി കാര്യങ്ങളാണ്. പിന്നെ എംപ്ലോയീസ് നല്ല ടാലൻറ്റഡ് ഉള്ള സ്കിൽഡ് എംപ്ലോയീസ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വണ്ടി വിശ്വസിച്ച് ഏൽപ്പിക്കാം, നിങ്ങളെ ഏതൊരു പണിക്കും ഏൽപ്പിക്കാം അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ മഞ്ചേരി മലപ്പുറം ഭാഗത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വീലേഴ്സിൻ്റെ എന്ത് പണി ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലേബർ ചാർജിലും ക്വാളിറ്റി ടെക്നീഷ്യൻസും അതുപോലെ തന്നെ ക്വാളിറ്റി ഡിവൈസും അതുപോലെ തന്നെ ക്വാളിറ്റി ഉപകരണങ്ങളും വെച്ചിട്ട് നമ്മൾ ആ പണി ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൊണ്ടു, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.